എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുളസീദാസ്ജി എഴുതിയതാണ് ഹനുമാൻ ചാലിസയും ബജ്രംഗ് ബാണും. ശ്രീ തുളസീദാസ്ജിയെ അക്ബർ തുറങ്കിലടച്ചപ്പോൾ അവിടെ ഇരുന്ന് ശ്രീ മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം എഴുതിയതാണ് ഹനുമാൻ ചാലിസ. ഇതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ വിസ്താരത്തിൽ പറഞ്ഞിരുന്നു. ഹനുമാൻ ചാലിസ എഴുതിയതിനു ശേഷം ശ്രീ ആഞ്ജനേയ സ്വാമിയുടെ കൃപാകടാക്ഷത്തിലാണ് ഗോസ്വാമി തുളസീദാസ്ജിക്ക് ശ്രീ രാമചരിത മനസ്സ് എഴുതുവാൻ കഴിഞ്ഞതത്രേ. ഹനുമാൻ ചാലിസ എഴുതുവാനുള്ള പ്രേരണ എന്ന പോലെ ബജ്രംഗ് ബാൺ എഴുതുവാനും ഒരു പ്രേരണ ഉണ്ടായിരുന്നു. കഥകളിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതെന്താണെന്ന് നോക്കാം. ഒരിക്കൽ ഗോസ്വാമി തുളസീദാസ്ജിക്ക് എതിരെ കാശിയിലെ ഒരു വലിയ താന്ത്രികൻ ഒരു ദുഷ്താന്ത്രിക പ്രയോഗം ചെയ്തു. അതിനുശേഷം ശ്രീ തുളസീദാസ്ജിക്ക് വലിയ അസുഖങ്ങൾ പിടിപെടുകയും ശരീരത്തിൽ കുരുക്കൾ പോലെ പ്രത്യക്ഷപ്പെടുകയും അത് പിന്നെ പൊട്ടിയൊലിക്കുകയും ചെയ്തു. ഈ ക്ഷീണിച്ച അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ബജ്രംഗ് ബാൺ എഴുതിയത്. എഴുതിക്കഴിഞ്ഞ് അത് വായിച്ച് ഒറ്റ ദിവസം കൊണ്ട് ശരീരത്തിലെ വ്രണങ്ങൾ മാറുകയും ശരീരം പഴയതുപോലെ ആരോഗ്യമുള്ളതായും മാറി. ഹനുമാൻ ചാലിസ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. യാത്രയിലോ പകലോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹനുമാൻ ചാലിസ ചൊല്ലാവുന്നതാണ്. എന്നാൽ ബജ്രംഗ് ബാൺ അങ്ങനെയല്ല. ചില നിബന്ധനകളുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. പലരും അവരുടെ പ്രവൃത്തികളിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ മറ്റ് ആളുകളെ പ്രകോപിപ്പിക്കുന്നു. ഇത് കാരണം അവരുടെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. ചില ആളുകൾ വ്യക്തമായും തുറന്നും സംസാരിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. അതുകൊണ്ട് അവർക്ക് രഹസ്യ ശത്രുക്കളും ഉണ്ടാവാറുണ്ട്. അവർ എല്ലാവിധത്തിലും നല്ലവരായിരിക്കാനും സാധ്യതയുണ്ട്. എന്നിട്ടും ആളുകൾ അവരുടെ പുരോഗതിയിൽ അഥവാ അവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുകയും അവർക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവർ സത്യസന്ധരാണ്, അതുപോലെ മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എങ്കിൽ ബജ്രംഗ് ബാണിൻ്റെ പാരായണം അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും അവരുടെ ശത്രുക്കൾക്ക് തക്കതായ ശിക്ഷയും ശ്രീ ആഞ്ജനേയ സ്വാമി നൽകുകയും ചെയ്യും. ഹനുമാൻ ചാലിസയെ പോലെ എപ്പോഴും ചൊല്ലേണ്ട ഒരു മന്ത്രമല്ല എന്നാണ് പൊതുവെ പറയുന്നത്. അതിനും തക്കതായ കാരണങ്ങൾ പറയുന്നുമുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ബജ്രംഗ് ബാൺ എന്ന മന്ത്രത്തിൽ ഹനുമാൻ സ്വാമിയെ കൊണ്ട് നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭഗവാനെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചു തരുവാനായി നിർബന്ധിതനാക്കുന്ന രീതിയിലുള്ള വരികളാണ് ബജ്രംഗ് ബാണിലുള്ളത്. അല്ലയോ ആഞ്ജനേയ സ്വാമി, എൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരിക. ശ്രീ രാമചന്ദ്രനെ കൊണ്ട് ഞാൻ ആണയിട്ട് പറയുകയാണ്, ഇത് താങ്കൾ സാധിച്ചു തരണം എന്നിങ്ങനെ. അതായത് ശ്രീരാമൻ്റെ ദാസനായ എനിക്ക് താങ്കൾ സഹായം ചെയ്തില്ല എങ്കിൽ പിന്നെ താങ്കൾ ആർക്കാണ് സഹായം ചെയ്യുക എന്നൊക്കെ. ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്നേഹത്തോടെ വഴക്ക് പറഞ്ഞുകൊണ്ട് കാര്യം നേടുക എന്ന രീതിയിലുള്ള വരികളാണ് ബജ്രംഗ് ബാണിൽ ഉള്ളത്. ആഞ്ജനേയ സ്വാമിയെ കൂടുതൽ നിർബന്ധം പിടിച്ച് ശല്യമായി മാറുവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് എന്നും എപ്പോഴും വായിക്കാൻ പാടില്ല എന്ന് മിക്കവാറും പേരും പറയുന്നത്. ഒരു വ്യക്തി കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുമ്പോൾ മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാത്ത പക്ഷം ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമി അതിൻ്റെ ഉപയോഗത്തിലെ തെറ്റ് ക്ഷമിക്കില്ല അത്രേ. എന്നാൽ ചില ആചാര്യന്മാർ പറയുന്നത് ഇന്നത്തെ പരിതസ്ഥിതിയിൽ എന്നും ജപിക്കാം, കുഴപ്പമില്ല എന്ന് പറയുന്നു. എന്നാൽ ഹനുമാൻ ചാലിസ അങ്ങനെയല്ല. ഹനുമാൻ ചാലിസയിൽ ഹനുമാൻ സ്വാമിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ ബജ്രംഗ് ബാണിൽ ഹനുമാൻ സ്വാമിയെ നിർബന്ധം പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുന്നതാണ്. ഇതാണ് പ്രധാന വ്യത്യാസം. ബജ്രംഗ് ബാൺ എന്നാൽ ഹനുമാൻ സ്വാമിയുടെ അസ്ത്രം അഥവാ ശരം എന്നാണ്. ഇതുപോലെ മറ്റൊന്നാണ്
ബജരംഗ ബാൺ സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുമോ? സത്യത്തിൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും, അതായത് ഒരു വഴിയുമില്ല എങ്കിൽ, അതായത് രോഗങ്ങൾ കാരണത്താലോ ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം കാരണത്താലോ കടുത്ത ദാമ്പത്തിക പ്രശ്നങ്ങൾ കാരണത്താലും അവസാന ഘട്ടം വരുമ്പോൾ മാത്രമാണ് ബജരംഗ ബാൺ ചൊല്ലേണ്ടത്. ഹനുമാൻ ചാലിസ എപ്പോഴും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചൊല്ലാവുന്നതാണ്. ഹനുമാൻ അഷ്ടകവും അങ്ങനെ തന്നെ. ഹനുമാൻ സ്വാമിക്ക് സ്ത്രീ പുരുഷന്മാർ എന്ന ഭേദഭാവങ്ങൾ ഒന്നും തന്നെയില്ല. ഇതാണ് സത്യം. ഇതുപോലെ മറ്റൊന്നാണ് പലയിടത്തും കേട്ട് കാണുമല്ലോ, സ്ത്രീകൾക്ക് ആഞ്ജനേയ സ്വാമിയുടെ മുന്നിൽ തൊഴാൻ പാടില്ല എന്ന്. നിങ്ങളും ഇത് കേട്ടിരിക്കും. തീവ്ര തേജസ്സുള്ള ആഞ്ജനേയ സ്വാമിയുടെ മുന്നിൽ ആർക്കും നിൽക്കാൻ പാടില്ല. ആ തേജസ്സിൻ്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് സ്ത്രീയായാലും പുരുഷനായാലും ഹനുമാൻ സ്വാമിയുടെ നേരെ നിന്ന് തൊഴരുത്. ശ്രീ തുളസീദാസ്ജി ബജരംഗ ബാൺ തൻ്റെ ജീവന് തന്നെ ഹാനി വരുന്ന ഘട്ടത്തിലാണ് എഴുതിയത് എന്ന് ഓർക്കുക. തുളസീദാസ്ജി അവാദി എന്ന ഭാഷയിലാണ് ഹനുമാൻ ചാലിസയും ബജരംഗ ബാണും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെയും അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പോലും അക്ഷരവ്യത്യാസങ്ങൾ ഉണ്ട്. ഇക്കാര്യത്തിൽ ബജരംഗ ബാണും ഹനുമാൻ ചാലിസയും ഒരുപോലെ തന്നെയാണ്. അതിൻ്റെ യഥാർത്ഥ അക്ഷരങ്ങൾക്ക് മാറ്റം വരുത്താൻ പാടില്ല. അടുത്ത അധ്യായത്തിൽ ബജരംഗ ബാൺ തെറ്റുകൂടാതെ എങ്ങനെ ചൊല്ലാം, അതിൻ്റെ അർത്ഥം, അതുപോലെ ബജരംഗ ബാൺ എപ്പോൾ ഒക്കെ പാരായണം ചെയ്യാം, അതുപോലെ ബജരംഗ ബാൺ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാലിക്കേണ്ട നിയമങ്ങൾ, വേഗം ഫലപ്രാപ്തി നേടണമെങ്കിൽ എന്തൊക്കെ പാലിക്കണം എന്നതിനെ പറ്റിയെല്ലാം വിശദമായി പറയുന്നതായിരിക്കും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.